ഇത് വന്നിട്ട് വ്യാപാര ആപ്പാണ്. അപ്പോൾ ഇത് നമുക്ക് ഡിസ്ട്രിബ്യൂഷന് മറ്റുമൊക്കെ എങ്ങനെയാണ് നമ്മളിത് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ കാണാം 2 ടൈപ്പ് പ്രിന്ററാണ് നമ്മൾ ഇതിലൂടെ. ഇതിപ്പോൾ 2 ഇഞ്ച് പ്രിന്ററാണ്. അപ്പോൾ കുറച്ച് വീതി കുറഞ്ഞ ടൈപ്പാണ്. ഇപ്പോൾ ഇതായാലും നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ബില്ല് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. ബാറ്ററി ബാക്കപ്പ് ഉള്ളതാണ്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് വണ്ടിയിൽ നിന്ന് തന്നെ ചാർജ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന 2 ഇഞ്ച് പ്രിന്റർ. ഇതാണെങ്കിൽ 3 ഇഞ്ച് പ്രിന്ററാണ്. കുറച്ച് നല്ല വീതിയുള്ള പ്രിന്ററാണ്. അപ്പോൾ ഇത് നമുക്ക് വണ്ടിയിൽ നിന്ന് ചാർജ് ചെയ്തൊക്കെ കൊടുക്കാൻ പറ്റുന്നതാണ്. ഇതിപ്പോൾ 2-3 ദിവസമൊക്കെ ചാർജ് നിൽക്കുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ പേപ്പർ ലോഡ് ചെയ്തിട്ട് നമുക്ക് എളുപ്പത്തിൽ വലിയ ഇത് ഫോണുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ്, വയർലെസ് ആയിട്ടാണ് ഇത് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങളെന്നൊക്കെ നോക്കാം. ഇത് നമുക്ക് ഇതിൽ ഒരു കമ്പ്യൂട്ടർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വ്യാപാരത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് സെയിൽസ് ആയിക്കോട്ടെ, പർച്ചേസ് ആയിക്കോട്ടെ, എക്സ്പെൻസ് ആയിക്കോട്ടെ, നമുക്ക് ആ കസ്റ്റമർക്ക് വേണമെങ്കിൽ ഓൺലൈനായിട്ടൊക്കെ ഓർഡർ ചെയ്യാം. നേരത്തെ കൂട്ടി ബുക്ക് ചെയ്യാനൊക്കെ ഉള്ള സൗകര്യമുണ്ട്. നിങ്ങളെ ക്യാഷ്, ബാങ്ക് എല്ലാം തുടങ്ങി A to Z നിങ്ങൾക്ക് വരുന്ന ഫുൾ അക്കൗണ്ടിങ് എല്ലാം ഇതിനകത്ത് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിനകത്ത് തന്നെ ഉണ്ട്. അതിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം നമ്മളത് പറഞ്ഞു തരികയും ചെയ്യും. എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്, അതിനുള്ള വീഡിയോ നിങ്ങൾക്ക് തരുകയും ചെയ്യും. അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇത് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. വളരെ ഈസിയാണ്, ആർക്കും കൈകാര്യം ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിനാണെങ്കിൽ നമുക്ക് സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ ഐറ്റംസ് എന്ന് പറഞ്ഞിട്ടുള്ള ഉണ്ട്. നമ്മൾ കുറച്ച് പ്രോഡക്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് ഇപ്പോൾ ഈ പ്രോഡക്റ്റ് എങ്ങനെയാണ് നമുക്കിവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് നോക്കാം, ഇതിന്റെ പേര് കൊടുക്കാം. നമുക്ക് ഐറ്റം ബാർകോഡൊക്കെ വേണമെങ്കിൽ ബാർകോഡ് വെച്ചിട്ട് ചെയ്യാനാണെങ്കിൽ ബാർകോഡോ ഐറ്റത്തിന്റെ കോഡ് കൊടുക്കാം. അത് കാറ്റഗറി, ഏത് കാറ്റഗറി ആണെങ്കിൽ നമുക്കൊരു കാറ്റഗറിയിൽ പെടുത്താം. അത് കണക്ക് നമുക്കിവിടെ സെയിൽ പ്രൈസ്, ഇപ്പോൾ നമ്മൾ എത്രയ്ക്കാണോ ഇത് കൊടുക്കുന്നത് എന്നിട്ടുള്ള അത് കൊടുത്തു. അത് കണക്ക് പർച്ചേസ് പ്രൈസ്, ഇപ്പോൾ നമ്മൾ മേടിച്ചപ്പോൾ നമ്മളിപ്പോൾ 20 രൂപയ്ക്ക് പർച്ചേസ് ചെയ്ത് നമ്മൾ 25 രൂപയ്ക്ക് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് എത്ര പ്രോഫിറ്റ് കിട്ടിയെന്ന് അറിയാൻ പറ്റും. പിന്നെ ഇതിന് ഈ ഐറ്റത്തിന് നമുക്ക് ടാക്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ടാക്സ് സെലക്ട് ചെയ്യാനായിട്ട് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ എഡിറ്റ് പോയിട്ട് നമ്മളിവിടെ ടാക്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് ഇത്, എത്ര പെർസെന്റേജ് ടാക്സ് വരുന്നുള്ളൂ. നിങ്ങൾക്ക് വിത്ത് ടാക്സും വിത്തൗട്ട് ടാക്സും ഒക്കെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. വേണമെങ്കിൽ ടാക്സ് സെലക്ട് ചെയ്യാൻ, ഇല്ലെങ്കിൽ ടാക്സ് ഇല്ലാണ്ട് നിങ്ങൾക്ക് ബില്ല് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതുകൊണ്ട് GST നിർബന്ധമൊന്നുമല്ല. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിപ്പോൾ നമ്മളെ ഈ സ്റ്റോക്കൊക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾ ബില്ല് ചെയ്യുന്നതാണ്. അപ്പോൾ അതിനായിട്ട് നമുക്കിവിടെ ഹോമിൽ പോയാലും, അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് ഇനിയിപ്പോൾ ബില്ല് ചെയ്യാനാണെങ്കിൽ ഇവിടെ ആഡ് സെയിൽ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ പോയിട്ട് സെയിൽ എടുക്കുക. നമുക്ക് ഡേറ്റ് ഒക്കെ വേണമെങ്കിൽ ഇവിടെ മാറ്റാം. ഇവിടെ നമുക്ക് ഇവിടെ കാണാം ക്രെഡിറ്റ്, ക്യാഷ്. ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ കടത്തിനൊക്കെ കൊടുക്കുമല്ലോ. അപ്പോൾ നമ്മൾ സ്ഥിരം കസ്റ്റമർ ഉണ്ടാവില്ല. അപ്പോൾ അത് കൊടുക്കാൻ ക്രെഡിറ്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ക്യാഷ് ആണെങ്കിൽ നമുക്ക് ക്യാഷ് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ക്രെഡിറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കസ്റ്റമർ പേര് ഇവിടെ കൊടുക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ രാഹുൽ എന്ന് പറഞ്ഞിട്ട് ഒരു കസ്റ്റമറാണ്. നമ്മളിപ്പോൾ അത് സെലക്ട് ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ നേരത്തെ സേവ് ചെയ്തിട്ടുകൊണ്ടാണ് വരുന്നത്. ഒരു പ്രാവശ്യം നമ്മളൊന്ന് ഒരു കസ്റ്റമർ ക്രിയേറ്റ് ചെയ്താൽ പിന്നെ നെക്സ്റ്റ് ടൈം നമുക്ക് അത് സെലക്ട് ചെയ്ത് എടുക്കാൻ പറ്റും. പിന്നെ അത് കണക്ക് തന്നെയാണ് ഇപ്പോൾ ഐറ്റം തന്നെ നമ്മളിപ്പോൾ കുറേ ഐറ്റം ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് വേണമെന്ന് ഐറ്റം നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്തിട്ട് ബില്ല് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ സെലക്ട് ചെയ്യുക, എന്നിട്ട് ക്വാണ്ടിറ്റി നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ 2 ക്വാണ്ടിറ്റിയാണ് എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇട്ട് കൊടുക്കുക. ഇനി വീണ്ടും നിങ്ങൾക്ക് ഐറ്റം ആഡ് ചെയ്യാനാണ് ഇത് കണക്ക് വളരെ സിമ്പിളാണ്. ടച്ച് ചെയ്തിട്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ബില്ല് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. ക്വാണ്ടിറ്റി നിങ്ങൾക്ക് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇട്ട് കൊടുക്കാം, സേവ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും ചെയ്യാനുള്ളൂ. ഇപ്പോൾ നമുക്കിവിടെ ടോട്ടൽ കാണാം എത്ര ആയിട്ടുണ്ട് ഇതിന്റെ ടോട്ടലും. അപ്പോൾ നമ്മളിപ്പോൾ ഇനിയിപ്പോൾ ആളിനിപ്പോൾ കുറച്ച് തന്നിട്ടുള്ളൂ. ഇപ്പോൾ 830 ഇനിയിപ്പോൾ ഒരു 800 രൂപ തന്നുള്ള ബാലൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ക്രെഡിറ്റ് നമുക്ക് അവിടെ ഇടും. അതെല്ലാം ഇനി തന്നിട്ടില്ലെങ്കിൽ അത് പെൻഡിങ് ആയിട്ട് കിട്ടും. അപ്പോൾ അത് നമുക്ക് ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് എല്ലാം ഇതിനകത്ത് നമുക്കറിയാൻ പറ്റും. നമുക്ക് A to Z കാര്യങ്ങൾ നമുക്ക് ഇതിൽ തന്നെ മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നമ്മൾ 2 ഇഞ്ച് പ്രിന്ററുമായിട്ട് നമ്മളിത് കണക്ട് ചെയ്തിട്ട് ഇതിലെങ്ങനെ നമുക്ക് ബില്ല് പ്രിന്റ് ചെയ്യുന്നത് നോക്കാം. ഇപ്പോൾ നമ്മളിത് സേവ് കൊടുത്തു. ഇപ്പോൾ ലോ സ്റ്റോക്ക് നമ്മൾ സ്റ്റോക്ക് ആഡ് ചെയ്യാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇതിൽ നമുക്കിപ്പോൾ പ്രിന്റ് ചെയ്യാനായിട്ട് നമുക്കിവിടെ പ്രിന്റ് പ്രിവ്യൂ നമുക്കിവിടെ കാണാം. എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് തന്നെ നമുക്ക് പ്രിന്റ് ചെയ്യാനായിട്ട് പ്രിന്റ് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് പ്രിന്റ് പ്രസ് ചെയ്ത് കണക്ക് നമുക്ക് വയർലെസ് ആയിട്ട് പ്രിന്റ് ചെയ്ത് കൊടുക്കാം കസ്റ്റമർക്ക്. സിമ്പിളാണ്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് 3 ഇഞ്ചിലും ചെയ്യാം. അപ്പോൾ 3 ഇഞ്ചാണ് കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ആയിട്ട് ചെയ്യാൻ പറ്റും, കുറച്ച് വലുപ്പത്തിലുള്ളത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഇതിപ്പോൾ 3 ഇഞ്ച് പ്രിന്ററാണ്. നമുക്ക് 3 ഇഞ്ച് പ്രിന്ററിൽ നമുക്ക് എങ്ങനെ പ്രിന്റ് വരുമോ നോക്കാം. ഇതേ സെയിം തന്നെ നമ്മളൊന്ന് ഇതിലോട്ട് നമുക്കത് പ്രിന്റ് എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ 3 ഇഞ്ചും ഇതുമായിട്ട് 2 ഇഞ്ച്. ഇപ്പോൾ ഇത് കണ്ടല്ലോ, ഇത് നമ്മൾ 3 ഇഞ്ചിലെടുത്തതാണ്, ഇത് 2 ഇഞ്ചിൽ. ഇതാണ് ഇതിന്റെ ഡിഫറൻസ്. 2 പ്രിന്റർ. അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇനി ഇതിൽ വേറെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഇതിന്റെ റിപ്പോർട്ടുകളെല്ലാം കിട്ടും. GST ഇപ്പോൾ കസ്റ്റമർക്കാണ്, നിങ്ങൾ പോയിട്ട് കസ്റ്റമർക്ക് GST ബില്ല് വേണമെന്ന് പറയും. അപ്പോൾ അതാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് തന്നെ PDF ആയിട്ട് ജനറേറ്റ് ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻ ഉണ്ട്. എല്ലാ ഓപ്ഷനും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ ഇപ്പോൾ 100 കണക്കിന് റിപ്പോർട്ടുണ്ട്. നമുക്ക് സെയിൽസ് റിപ്പോർട്ട്, പർച്ചേസ് റിപ്പോർട്ട് എല്ലാം. അപ്പോൾ അത് കണക്ക് GST ഫയൽ ചെയ്യുന്നവർക്കാണെങ്കിൽ GSTക്കുള്ള എല്ലാ ടൈപ്പ് റിപ്പോർട്ടുകളും നമുക്ക് അതിന്റെ ഫോർമാറ്റ് കാര്യങ്ങളെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാം നിങ്ങൾക്ക് അതിൽ കിട്ടും. ഒരു ഫുള്ള് ഓപ്ഷനുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് വ്യാപാരം. ഇത് മതിയാവുന്ന നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യാൻ. പർച്ചേസും എക്സ്പെൻസ്, ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേറെ മറ്റുള്ള ചിലവുള്ള കാര്യങ്ങളൊക്കെ വരുമല്ലോ, അതിന് നിങ്ങൾക്ക് ഇവിടെ എക്സ്പെൻസ് ഒക്കെ ഉള്ള ഇവിടെ എൻട്രി ചെയ്യാനും അതിനൊക്കെ ഉള്ള എല്ലാം ഇതിൽ അവൈലബിൾ ആണ്. ഇത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇത് വയർലെസ് ബാർകോഡ് സ്കാനറാണ്. വിത്ത് ബാറ്ററി ബാക്കപ്പ് ഒക്കെ ഉള്ള. ഇത് വേണമെങ്കിൽ 1 മാസമൊക്കെ ചാർജ് ചെയ്യും. വയറും കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ബാർകോഡ് ബില്ല് ചെയ്യാനൊക്കെ എളുപ്പമാണ്. ഇപ്പോൾ നിങ്ങൾ റോഡ് സൈഡിലൊക്കെ പോകുമ്പോൾ സ്കാൻ ചെയ്തിട്ട് തന്നെ ഷോപ്പുകളിൽ ചെയ്തതൊക്കെ നിങ്ങൾക്കും ഇതിനൊക്കെ ബില്ല് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിനായിട്ട് ഇപ്പോൾ നമ്മൾ ആഡ് സെയിൽ കൊടുത്തു. നമുക്ക് സെയിൽ കൊടുത്ത
കൊടുത്താൽ ഇപ്പോൾ നമുക്ക് കസ്റ്റമറെ സെലക്ട് ചെയ്യും. നമ്മൾ ഏത് കസ്റ്റമറാണോ വേണ്ടത്, നമുക്ക് രോഹിത് എന്ന് പറഞ്ഞ കസ്റ്റമർ സെലക്ട് ചെയ്ത് ഇവിടെ ബാർകോഡിന്റെ ഓപ്ഷൻ ഉണ്ട്. നമ്മളിപ്പോൾ 2-3 ഇനി ബാർകോഡൊക്കെ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഇതിൽ ബില്ല് ചെയ്യാന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കിത് വയർലെസ് ബാർകോഡ് സ്കാനറാണ്. നമുക്ക് എവിടെ കൊണ്ടുപോയിട്ടാണെങ്കിൽ നമുക്ക് ഇതിനൊക്കെ ഫോൺ വഴി തന്നെ ബില്ല് ചെയ്യാം. ഇപ്പോൾ നമ്മളിവിടെ ഒരു OTG അഡാപ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. അതിന് ബ്ലൂടൂത്ത് ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് ചെറിയ അഡാപ്റ്റർ കിട്ടും. ഇതിപ്പോൾ ഒരു വലിയ അഡാപ്റ്ററാണ്. ചെറിയ പോയിന്റിലുള്ള അഡാപ്റ്റർ കിട്ടുന്നതാണ്. അത് വെച്ചിട്ട് ചെയ്യും. നമുക്കിപ്പോൾ നോക്കാം ഇത് എങ്ങനെയാണ് നമുക്ക് ബാർകോഡ് ബില്ലിംഗ് ചെയ്യാന്നുള്ളത്. ഇപ്പോൾ ബാർകോഡ് ബില്ലിംഗ് ചെയ്യാനായിട്ടാണെങ്കിൽ നമുക്കിപ്പോൾ ഇതിൽ ഐറ്റത്തിൽ മിക്കവാറുള്ള പ്രോഡക്റ്റിൽ തന്നെ ഇത് ബാർകോഡ് ഉണ്ടാവും. നമ്മളിപ്പോൾ അതിന് വേറെ പുതിയ ബാർകോഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോൾ ഇതിന് നമുക്ക് സ്കാൻ ചെയ്യുമ്പോൾ തന്നെ നമുക്കിവിടെ ഐറ്റം നമുക്കിവിടെ കാണാം. ഇപ്പോൾ 2 പ്രാവശ്യം സ്കാൻ ആയാൽ 2 ആക്കാം, 3 അങ്ങനെ. ഇപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഐറ്റം കോഡ് ചെയ്തിപ്പോൾ വേറൊരു ഐറ്റം ഇപ്പോൾ നമുക്കിവിടെ കാണാം. നമുക്ക് ഓരോ ഐറ്റം നമുക്ക് ഇതിനൊക്കെ വളരെ ഫാസ്റ്റ് ആയിട്ട് അപ്പോൾ നമുക്ക് ടൈപ്പ് ചെയ്യേണ്ട കാര്യമില്ല. ആണല്ലേ എളുപ്പത്തിൽ നമുക്ക് തന്നെ ഇവിടെ നിന്ന് വേണമെങ്കിൽ ക്വാണ്ടിറ്റി അഡ്ജസ്റ്റ് ചെയ്യാനാണെങ്കിൽ നമുക്ക് ക്വാണ്ടിറ്റി കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ ഇവിടെ ഓപ്ഷൻ ഉണ്ട്. എന്നിട്ട് പ്രൊസീഡ് ചെയ്യുക. നമ്മളിപ്പോൾ ഇവിടെ നമുക്ക് എല്ലാ ഐറ്റവും ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് എന്നിട്ട് ഇത് ബില്ല് ചെയ്യാനായിട്ട് സേവ് പ്രസ് ചെയ്യാം. സേവ് പ്രസ് ചെയ്യുക. നമുക്ക് ഇതിന്റെ പ്രിവ്യൂ ഇവിടെ കിട്ടും. ഇനി പ്രിവ്യൂ വേണ്ട, നിങ്ങൾക്ക് ഡയറക്റ്റ് ചെയ്യണമെങ്കിൽ ഇത് ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നമുക്കിതുമായിട്ട് പ്രിന്റ് ചെയ്യാം. ഇത് കണക്ക് നമുക്ക് ലോഗോയും അഡ്രസ്സും ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് ഇതിനൊക്കെ ബില്ല് പ്രിന്റ് ചെയ്തിട്ട് എടുക്കാൻ പറ്റുന്നതാണ്.